അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച ഫെബ്രുവരി 13. ഇന്നിവിടെ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് അവർ ഗോകർണ പോകാൻ പ്ലാനുണ്ട് എന്ന് പറയുന്നതും ഞാൻ ഓൾറെഡി ന്യൂ ഇയറിന് പ്ലാൻ ചെയ്ത് പൊളിഞ്ഞതുകൊണ്ടും ഇവർക്കറിയാം. അപ്പം അവർ പറഞ്ഞപ്പോൾ ഞാനും ഓർത്തു അങ്ങനെയാണെങ്കിൽ പോയാലോ എന്ന് ഓർത്തു. അഖിലിനോട് ചോദിച്ചു, അവനും ഓണായി. അപ്പോൾ അതാ ഇപ്പം ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തു. അപ്പം നാളെ രാത്രി ബസ് ബുക്ക് ചെയ്തു. നാളെ രാത്രി നേരെ ഗോകർണ. അപ്പം 2 ദിവസം ഗോകർണ. വലിയ പ്ലാനും കാര്യങ്ങളൊന്നുമില്ല, എങ്ങനെ പോകുന്നു. നമ്മുടെ ട്രിപ്പിൻ്റെ സമയം സമാഗതമായിരിക്കുകയാണ്. ഫെബ്രുവരി 14 വെള്ളിയാഴ്ച രാത്രി 8:30 നമ്മൾ ഇറങ്ങുകയാണ്. ഇനി ലൈറ്റായിട്ട് തന്നെ ഡിന്നർ കഴിച്ചിട്ട് നേരെ ബസ് എടുക്കാൻ പോകാം. മിസ്റ്റർ അഖിൽ സ്റ്റീഫൻ ഫെർണാണ്ടസ്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഗോകർണ. നമ്മളിപ്പോൾ കഴിക്കാൻ പോകുന്നത് പ്രമോദേട്ടൻ്റെ കടയിൽ. അത് കഴിഞ്ഞ് മെജസ്റ്റിക്ക്, അവിടെ നിന്ന് ഗോകർണ. യെസ്, ഇതാണ് പ്രമോദ് ചേട്ടൻ്റെ കട. വളരെ കുഞ്ഞു സെറ്റപ്പാണ്, പക്ഷേ കുഞ്ഞാണെങ്കിലും റേറ്റ് നല്ല കുറവാണ്, നല്ല ഫുഡുമാണ്. അപ്പം നമ്മൾ ട്രിപ്പ് തുടങ്ങുമ്പോൾ തന്നെ ലക്ഷറിയാണ്. തുടങ്ങുന്നത് തന്നെ മട്ടൻ കറിയിലാണ്. മട്ടൻ കറി ഇപ്പോൾ വരും. ചേട്ടാ 2 സിംഗിൾ ഓംലെറ്റും 2 കട്ടനേ. മട്ടൻ വന്നിരിക്കുകയാണ്, എക്സ്ട്രാ ഗ്രേവി ദോശ വിത്ത് പീസ് തന്നു. അപ്പം നമ്മൾ കഴിച്ചിട്ടിറങ്ങി. ഇനി വണ്ടി ബുക്ക് ചെയ്തോ? എങ്ങോട്ട് പോകാം? വണ്ടി വന്നു. അങ്ങനെ നമ്മൾ മെജസ്റ്റിക് ബസ് സ്റ്റാൻഡിലെത്തി. ഏത് സിനിമയിലും ബാംഗ്ലൂർ കാണിക്കണമെങ്കിൽ ആദ്യം കാണിക്കുന്ന ഒരു മെയിൻ സംഭവമായ ബാംഗ്ലൂരിലെ ഹൃദയഭാഗത്തെ മെജസ്റ്റിക് ബസ് സ്റ്റാൻഡ് അഥവാ കെമ്പേഗൗഡ ബസ് സ്റ്റാൻഡ്, അതാണ് തിരികെയാണ്. ഇനി 20 മിനിറ്റ് ഉണ്ട്. അപ്പം ഒരു ജ്യൂസ് കുടിച്ച് നമുക്ക് റെസ്റ്റ് എടുക്കാം. ക്യാമറ കണ്ട സാറിന് ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്. എന്താ ചെയ്യും? അവിടെ വേറെ 2 ഫ്രണ്ട്സിൽ വന്നിട്ടുണ്ട്. അവരുടെ പങ്ക്ച്വാലിറ്റി കാരണം അവർ നേരത്തെ വന്നിട്ടുണ്ട്. ഗൈസ്, യു ആർ ഇൻ വ്ലോഗ്. അഖിലേ, നിന്റെ ഫ്രണ്ട്സ് വന്നതാ. ഹലോ. പോക്കിയാക്കി അങ്ങനെ കുറച്ച് ലേറ്റായെങ്കിലും ബസ് ഗോകർണയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഗോകർണയിലെ ഗ്രാമപ്പാതകളിൽ ഇടവഴികളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ നമ്മൾ ഓട്ടോ ഇറങ്ങി സ്റ്റേയിലോട്ട് നടക്കുവാണ്. നല്ല വെയിലുണ്ട്. പിന്നെ റൂമിൽ ചെന്നിട്ട് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി നമുക്ക് പുറത്തോട്ടിറങ്ങാം. സമയം 9:30 10 മണിക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അരമണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് റൂം റെഡിയായി എന്ന് പറഞ്ഞു. നമുക്ക് കയറി നോക്കാം. തീർത്തും ഉണ്ടാകാരമാണ്. ഇതെന്താ സ്ഥലം? ഓക്കെ, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് വേറൊരു സ്പോട്ടുണ്ട്. അത്യാവശ്യം വൃത്തിയുള്ള മാത്രം. അപ്പം നമ്മൾ റെൻ്റൽ സ്കൂട്ടർ എടുക്കാൻ പുറത്തേക്ക് പോവുകയാണ്. അവിടെയാണ് നമ്മുടെ സ്കൂട്ടറും കൊണ്ട് ആൾക്കാർ വന്നിരിക്കുന്നത്. സ്കൂട്ടർ 2 എണ്ണം കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് തിരിച്ച് റൂമിലോട്ട് പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാം. അപ്പം നമ്മൾ സ്കൂട്ടർ എടുത്ത് പുറത്തേക്ക് പോകാൻ പോകുന്നു. അവന് പ്രിയപ്പെട്ട ഹെൽമെറ്റ് അവന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാനാ, പെൺപിള്ളേരോട് നമുക്ക് തർക്കിച്ച് ജയിക്കാൻ പറ്റൂലല്ലോ. സാരല്ലടാ.
തോൽവിയുള്ള നിനക്ക് പുതിയ കാര്യമൊന്നുമല്ലോ. ഒരു വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെയിൽ. സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട് 2 കോട്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇടേണ്ടി വരും. ഇത് ഇത്രയൊന്നും പോരാ. എത്രയൊക്കെ ഇട്ടാലും നല്ല ടാൻ അടിച്ച് കരുന്ന് ഞങ്ങൾ ഫിഷ് ഫ്രൈ ആയിട്ട് ഞങ്ങൾ വരും. അല്ലടക്കില്ല. ഹെൽമെറ്റ് വെക്കണം. അടുത്തൊരാൾ കൊള്ളാമെന്ന് പറഞ്ഞ കടയിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ്. അതെ, അഖിൽ പറഞ്ഞതുപോലെ നമ്മൾ ലഘുഭക്ഷണത്തിൽ നിന്ന് കഴിച്ച് തുടങ്ങുകയാണ്. ബാക്കി ബീച്ച് ചെന്നിട്ട് നോക്കാം. നല്ല ചൂടുള്ള നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ ഓരോ പ്ലേറ്റോടെ പറഞ്ഞു. അതിനെക്കാട്ടി ടേസ്റ്റ് ഓർമ്മ കൂടെ പറയേണ്ടി വരും. എന്താ ചോദിച്ചാ? ബീഫ്. ഗോകർണ വന്നിട്ട് ബീഫ് കിട്ടും. നല്ല ഇടി കിട്ടും. നമ്മൾ ഇത്ര യാത്ര ചെയ്ത് പോകുന്ന ആക്ച്വലി പെട്രോൾ അടിക്കാനാണ്. അത് കഴിഞ്ഞിട്ട് ശരിയായ യാത്ര തുടങ്ങുന്നുണ്ട്. 3 കിലോമീറ്റർ ഉണ്ട് പമ്പിലോട്ട്. നമ്മൾ പെട്രോൾ പമ്പിനോട് അടുത്തോണ്ടിരിക്കുകയാണ്. ഇതായി എത്തിയിരിക്കുകയാണ് പെട്രോൾ പമ്പ്. വിളിച്ചിരുന്ന പെട്രോൾ പമ്പ്. പെട്രോൾ അടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഗോകർണ മെയിൻ ബീച്ച് ലക്ഷ്യമാക്കി പോവുകയാണ്. വെയിൽ, നല്ല ചൂട് വെയിൽ. തലയിലടിച്ചിട്ട് തലവേദന എടുക്കുന്നു. അയ്യോ, ഒരു വെയിൽ. ഇപ്പോൾ നമ്മൾ മെയിൻ റോഡിലോട്ട് കയറിയപ്പോൾ നമ്മളെ ഹെൽമെറ്റ് വെച്ച റെസ്പോൺസിബിൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഒരു രഥമാണ്. യമകണ്ഠ രഥം. കൂട്ടിൽ 2 പേരെ ആൾക്കാരെയാണ് കാണാൻ പറ്റുന്നത്. ഒന്ന് ആത്മീയതയുടെ വഴിയെ റിലീജിയസ് ആയിട്ട് നടക്കുന്നവരും, 2 ചില്ല് ചെയ്ത് കിടക്കുന്ന യാത്രികർ. അടുത്ത് വരാൻ പറ്റിയ സ്ഥലമാണല്ലോ ബീച്ച്. അതുകൊണ്ട് നമ്മൾ ഗോകർണ മെയിൻ ബീച്ചിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പൊരുവയലത്ത് ഗോകർണ മെയിൻ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഇത് പൂർണ്ണമായിട്ടും ഒരു റിലീജിയസ് ബീച്ചല്ല, മല. ഇത് പൂർണ്ണമായിട്ടും റിലീജിയസ് ആയിട്ടുള്ളൊരു ബീച്ചാണ്. കാരണം ഇവിടെ അമ്പലത്തിൽ വന്നവരാണ് കൂടുതൽ. ഇവിടെ ടൂറിസ്റ്റ് ആയിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കൊരു അല്ല, വേറെ ആൾക്കാരുണ്ട്. പക്ഷെ ഭൂരിഭാഗവും അമ്പലത്തിൽ വന്ന ആൾക്കാരാണ്. അല്ലാതെ ഇവിടെ വേറെ ഫുഡ് കഴിക്കാനുള്ള കഫയോ പരിപാടികളൊന്നുമില്ല. പക്ഷെ അവിടെ എന്തോ ഉണ്ടല്ലോ. നമ്മൾ ഇതുവഴി പോയതുകൊണ്ട് ഈ ബീച്ചിൽ കയറിയെന്നുള്ളേ ഉള്ളൂ. ഇനി നമ്മുടെ മെയിൻ ബീച്ചുകളൊക്കെ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. കരിമ്പൻ ജ്യൂസ് അടിച്ചാലോ? കരിക്ക് വേണോ കരിമീൻ ജ്യൂസ് വേണോ? കരിക്ക് വേണോ കരിമീൻ ജ്യൂസ് വേണോ? രണ്ടും അടിച്ചാലോ? അഖിലിന്റെ മാല നോക്കാൻ പോകാം. അപ്പോൾ നമ്മൾ കഴിക്കാനുള്ളൊരു കഫേ കണ്ടുപിടിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നതാ വണ്ടിയുടെ പുറകിലിരിക്കുന്ന ദീപ്തിയാണ്. ആ ദീപ്തിക്കുട്ടിയാണ് നമുക്ക് നാവിഗേറ്റ് ചെയ്യുന്നത്. അവക്കാണെങ്കിൽ മാപ്പ് നോക്കാൻ അറിയത്തില്ല. വാവ്, വന്ന വഴിയൊക്കെ തന്നെ പിന്നെയും കറങ്ങുന്നതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. വീഡിയോ കാണുമ്പോൾ ഒരേ വഴി തന്നെ 2 തവണ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കുവാണ് ഇവള് വഴി തെറ്റിച്ചതാണ്. പിന്നെയും വഴി തെറ്റി കറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വഴി പോകാം. മന്ത്ര കഫേയിൽ എത്തിയിരിക്കുകയാണ്. ഹോസ്റ്റലിന് ഇപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ ഇത് വളരെ തന്നെ ഫേമസ് ആയിട്ടുള്ള എല്ലാവരും വരുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ നമുക്ക് കഫേയുടെ അകത്തേക്ക് കയറാം. മന്ത്ര കഫേ. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു തുടങ്ങിയിരിക്കുകയാണ്. ചിക്കൻ റൈസും ഉണ്ട്, പാസ്തയുണ്ട്. നമ്മൾ നമസ്തേ. അപ്പോൾ നമ്മൾ മന്ത്ര കഫേക്ക് വിട പറഞ്ഞതുകൊണ്ട് പുറത്തേക്ക് പോവാണ്. കഫേയിൽ നിന്ന് ഇറങ്ങി ഇവിടെ തന്നെ വാഷ്റൂമൊക്കെ പോയി. ഇവിടെ തന്നെ ഹോസ്റ്റലുള്ളത് കൊണ്ട് വൃത്തിയുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ. പിന്നെ നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഹലോ. സോ അടുത്ത വീണ്ടും ദീപ്തി മാപ്പ് നോക്കാൻ പോവാണ്.
കറക്റ്റായിട്ട് അവിടെ സമയത്ത് എത്തുന്നു വിചാരിക്കുന്നു. ഇതൊക്കെ തന്നെ ആണോടാ? ബാംഗ്ലൂരിലെ തിരക്കുകളിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടുത്തെ ഒരു ശാന്തി സമാധാനത്തിലുള്ള വണ്ടി. എന്ത് നമ്മൾ രാവിലെ പെട്രോൾ അടിക്കാൻ പോയ അതേ റൂട്ടാണ്. പെട്രോൾ പമ്പ് കഴിഞ്ഞ് നേരെയാണ് നമുക്ക് ഇപ്പോൾ പോകേണ്ടത്. നമ്മൾ വാട്ടർ സ്പോർട്സിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതൊരു പാക്കേജ് എടുത്താണ് പോകുന്നത്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പാക്കേജ് കിട്ടിയിട്ടുണ്ട്. ഇവളുടെ പാരൻസ് ഇവിടെ വന്ന് പണ്ട് പരിചയമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടി. അവരത് പ്ലാൻ ചെയ്തുകൊണ്ടാണ് നമുക്കും ഇങ്ങനൊരു പ്ലാനിലേക്ക് എനിക്ക് വകയിലും വന്ന് ചേരാൻ കഴിഞ്ഞത്. ഇവരുടെ പാക്കേജാണ് നമ്മൾ എടുത്തേക്കുന്നത്. നമസ്തേ പാരഡൈസ്. മുണ്ടുവരി ബാഗിനകത്ത് സോറി വണ്ടിക്കകത്ത് വെച്ചിട്ട് അതിന് ബോസ്കർ ഇട്ടാണ്. ബോസ്കർ മലയാളം പാട്ടാണ്. കോപ്പറേറ്റ് ഇട്ടായിരിക്കാൻ വേണ്ടി നമ്മൾ നീങ്ങി തുടങ്ങിയിരിക്കുകയാണ്. മോഹൻ കാണിച്ച് ഇതാണ് പാരഡൈസ് എന്ന് പറയുന്ന ബീച്ച്. വൺ ഓഫ് ദ പോപ്പുലർ ബീച്ചസ് ഇൻ ഗോകർണ. നടന്ന ആൾക്കാർ പോകുന്ന റൂട്ട് കണ്ടു. Not that namaste, namaste paradise brand promoting. അപ്പോൾ നമ്മളിപ്പോൾ ഹാഫ് മൂൺ ബീച്ചിൻ്റെ അവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ ജസ്റ്റ് ഒരു ഡോൾഫിൻ ഇതുവഴി ചാടിപ്പോയതേ ഉള്ളൂ. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഡോൾഫിൻ ചാടിയത്. പിന്നെ വേറെ നമ്മൾ ഹാഫ് മൂൺ ബീച്ചിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സേഫ്റ്റി ജാക്കറ്റ് ടൈറ്റ് ആക്കിയിരിക്കുകയാണ്. ഇനി വെള്ളത്തിലേക്ക് ചാടാനുള്ള പരിപാടിയാണ്. ഇതിൽ കയറിയതിന് ശേഷം ഇതുപോലെ കയാക്കിങ് ചെയ്തു. ബോട്ട് തൊഴിൽ കുറേ കറങ്ങി. ഫോൺ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അങ്ങോട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. ഏകദേശം ആ ഭാഗത്തായിട്ട് സ്നോർക്കലിങ് ചെയ്തു. ഒരു മാസ്ക് തല വെച്ചിട്ട് സ്കൂബ ഡൈവിങ്ങിൻ്റെ ലൈറ്റ് വെർഷൻ മാസ്ക് വെച്ചിട്ട് മുങ്ങി നീന്തുന്ന പരിപാടി. പക്ഷേ അതിൽ വലിയ കാര്യമൊന്നുമില്ലായിരുന്നു. കുറേ പാറയിലൊക്കെ ചെന്ന് കാലം പിടിച്ചു. കുറേ പുല്ലിലൊക്കെ കാല് കൊണ്ടു. ബോട്ടിലെ ചേട്ടന്മാർ സാധനം തിരിച്ച് കയറ്റുവാണ്. നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം കടലിൽ തന്നെയായിരുന്നു. എല്ലാവരും ക്ഷീണിച്ച് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇവിടുന്ന് ബോട്ട് നീങ്ങി തുടങ്ങുകയാണ് തിരിച്ച്. ഇനി എന്താ പരിപാടി എന്ന് അറിയത്തില്ല. എല്ലാ പരിപാടിയും കഴിഞ്ഞ് നീന്തി നടുക്ക് ബോട്ടിലോട്ട് വന്നു. ഇപ്പോൾ ബോട്ട് ഞങ്ങൾ നിന്ന സ്ഥലത്തോട്ട് എല്ലാവരും ബാക്കിയുള്ളവരെ വിളിക്കാൻ പോവാണ്. നമുക്ക് അവിടെ നിന്നാലും മതിയായിരുന്നു. പക്ഷെ അതിലൊരു ത്രില്ലല്ലോ. ഒരു ത്രില്ലുണ്ടാകില്ലേ? ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. അവിടെ കിടക്കുന്നു, തീരുമാനം നമ്മളെ കൊണ്ടുവരുന്നു, തിരിച്ചടിച്ചു കൊണ്ടുവരുന്നു. നമ്മൾ ഇതുവരെ ഒന്ന് പൊക്കാനായിട്ടില്ല. എന്നിട്ട് നമ്മളെ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ടീം മാത്രമേ മുകളിലുള്ളൂ. നമുക്ക് മാത്രമേ ഉള്ളൂ പെർമിഷൻ.
ക്യാമറ കണ്ട ആള് ബ്രോ. അയ്യോ വെച്ചക്കടയെന്ന് പറഞ്ഞിട്ട് കറവട്ടുന്ന ഇവിടെയാണ് നമുക്ക് ഒരു സൺസെറ്റ് കിട്ടുന്നതെന്ന് തോന്നുന്നു. रिवर है इस तरह बरेली से आता है वो स्टार्टिंग पॉइंट है. കടലിൽ നിന്ന് നമ്മൾ തിരിച്ച് റിവറിലോട്ട് പോവാണ്. കാരണം നമ്മുടെ റിവറിൽ നിന്നാണ് ഈ ബോട്ടിംഗ് തുടങ്ങിയത്. ജഗ 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 ആ ഹെൽമെറ്റ് പുറത്തിരിക്കുന്ന വണ്ടി നമ്മുടെയാണ്, അതിൻ്റെ അപ്പുറത്തെ വണ്ടി നമ്മുടെയാണ്. നമ്മൾ വരാം. എന്തൊരാശ്വാസോടെ ഊരിയപ്പം മണ്ണും പൊടിയൊക്കെ പോട്ട് ബാഗും ചെരുപ്പൊക്കെ എടുത്തിട്ട് ഇനി നേരെ പുറത്തേക്ക് പോകും. നമ്മൾ ബോട്ടിൽ ഫുൾ ചുറ്റി കാണിച്ചു. നമുക്ക് മറ്റേ എന്താ പറയുക ലൈഫ് ജാക്കറ്റ് ഇട്ട് നമുക്ക് നീന്താൻ പറ്റി, സ്നോർക്കലിങ് ചെയ്യാൻ പറ്റി. സ്നോർക്കലിങ് അല്ലെങ്കിൽ പോലും സ്നോർക്കലിങ് ചെയ്യാൻ പറ്റി, കയാക്കിങ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് എല്ലാം കൂടെ 800 വാസ് ലാഭം. അപ്പോൾ നമ്മൾ വാട്ടർ സ്പോർട്സും പരിപാടികളെല്ലാം കഴിഞ്ഞ് ആ കേറിയ റിവറിൻ്റെ അവിടെ തന്നെ ബോട്ട് ഇറങ്ങി ഇപ്പോൾ തിരിച്ച് ഹോം സ്റ്റേ പോകുന്നു. ഇനി ഡ്രസ്സെല്ലാം മാറി ഒന്ന് ഫ്രഷായിട്ട് ബാക്കി ഡിന്നർ പരിപാടി. അപ്പോൾ നേരെ റൂമിലേക്ക് കടന്ന് ചെല്ലുകയാണ്. അയ്യോ കോപ്പിറൈറ്റ്. ഇപ്പോൾ നമ്മളിതാ ഫ്രഷായി കഴിക്കാനായിട്ട് ഡിന്നറിന് പോവാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ ഓം ബീച്ചിലുള്ള നമസ്തേ കഫേ എന്ന് പറയുന്ന കഫേയിലാണ്, ഭയങ്കര പോപ്പുലറാണ്. അവിടെ പോകാനാണ് പ്ലാൻ. 10 മണിക്ക് അടയ്ക്കുമെന്ന് തോന്നുന്നു. എന്തായാലും പോയി നോക്കാം. ഇപ്പോൾ 9 മണിയായി. പറഞ്ഞതുപോലെ നമസ്തേ കഫേ ലക്ഷ്യമാക്കി പോവാണ്. നല്ല കുറ്റാക്കൂരിട്ടാണ്. തണുത്തെത്തി. എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങുന്നുള്ള, ആരും കയറുന്ന കാണുന്നില്ല. അടച്ചോന്നാവോ. നല്ല ഇരുട്ടിൻ്റെ വഴിയിലൂടെ നമ്മളൊരു ബീച്ചിലേക്ക് വരികയാണ്. ആരെങ്കിലൊക്കെ ഉണ്ടാ എന്തോ എന്ന ശബ്ദം നമുക്ക് കേൾക്കാം. ഇരുട്ട് നിറഞ്ഞ കൂരിരുൾ നിറഞ്ഞ വഴികളിലൂടെ നമ്മൾ ഒറ്റപ്പെട്ട വഴികളിലൂടെ എത്തി. കുറച്ച് താഴെ ഇറങ്ങി ഇരുട്ടത്തിറക്കിയെങ്കിലും ബീച്ചിലോട്ട് വന്ന് കയറിയപ്പോൾ കിട്ടിയ വ്യൂ അടിപൊളിയായിരുന്നു. നല്ല മൂണൊക്കെ തിളങ്ങി നിൽക്കുന്നൊരു വ്യൂ. നമ്മൾ നമസ്തേ കഫേയിലെത്തിയിരിക്കുകയാണ്. ഭാഗത്തിന് അടച്ചിട്ടില്ല. എന്താണെന്നില്ല, ലിയോനെ വിചാരം ഉണ്ടോ? ഫ്രൈഡ് റൈസ് വീഡിയോ എനിക്കും കൂടെ വെച്ചോ. നല്ല അറയിലാണ് അറിഞ്ഞത്. നല്ല കേല കയറ്റിയിട്ടുണ്ട്. മൊത്തം കഴിച്ചു തീർക്കാനും പറ്റിയില്ല. വയറ് ഫുള്ളായിപ്പോയി അമ്മേ. എന്നിട്ടും ബിൽ കാർഡ് കൊണ്ട് ഇവിടെ പോകണം. അത്യാവശ്യം ബിൽ കാർഡ് കൊടുത്തിട്ട് വരാം കേട്ടോ. അപ്പം കുഴപ്പമില്ല, നല്ല ഫുഡായിരുന്നു. ഫുഡ് വെച്ച് നോക്കി കഴിഞ്ഞാൽ പൈസ ഭയങ്കര വർത്തായിരുന്നു. ഒത്തിരി കത്തിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ നമസ്തേ ബീച്ചിനും അപ്പോൾ നമ്മൾ നമസ്തേ കഫയ്ക്കും ഓം ബീച്ചിനും വിട പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ഇനി ഒരു അരമണിക്കൂറത്തെ ഇരുട്ടത്തെ കാനന പാതയിലൂടെയുള്ള യാത്രയാണ്. ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അങ്ങനെ നമ്മളിതിനെ തിരിച്ച് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പോവാണ്. അപ്പം നമ്മൾ ഹോം ബീച്ചിൽ നിന്ന് തിരിച്ച്
റൂമിലേക്ക് പോവുകയാണ്. പറഞ്ഞതുപോലെ ഇരുട്ട് നിറഞ്ഞ പാതകളിലൂടെയാണ് നമ്മളുടെ യാത്ര. വേറെ വണ്ടികളുണ്ടെങ്കിൽ ഭാഗ്യം. സമയം രാത്രി 10:45. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് റൂമിലേക്ക്. അപ്പോൾ നമ്മൾ രാത്രി തിരിച്ച് റൂമിലെത്തി. ഇനി കിടന്നുറങ്ങാം. അതോടുകൂടി ഈ വീഡിയോ ഇവിടെ തീരുന്നു.